ഇൻഡിജേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. കൗണ്ടിങ് നമ്പേഴ്സ് പ്ലസ് 0 പ്ലസ് നെഗറ്റീവ് നമ്പേഴ്സ്. അതായത് നാച്ചുറൽ നമ്പേഴ്സും ഇവിടുന്ന് അങ്ങോട്ട് ഹോൾ നമ്പേഴ്സ്, ഇവിടുന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പേഴ്സ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സ് ഇതിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ക്ലോസ്ഡ് ആണോ എന്ന് നമുക്ക് നോക്കാം. ക്ലോസ്ഡ് ആവുമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിക്കാം. ആദ്യം വാട്ട് ഈസ് നോൺ ആസ് കമ്മ്യൂട്ടേറ്റിവിറ്റി. എന്താ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി, ഒരു നമ്പർ എ ഒരു നമ്പർ ബി, അതിൻ്റെ ആൻസർ ബി പ്ലസ് എന്ന് എഴുതിയാലും ഈക്വൽ ആയിരിക്കണം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ആദ്യമേ തന്നെ അഡീഷൻ നോക്കാം. അതായത് എങ്ങനെ മാറിയാലും എന്നുള്ളതല്ല, എങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്താലും ഒരേ ആൻസർ കിട്ടുക. അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കാം അഡീഷന് വേണ്ടിയിട്ട്. ആഡ് ചെയ്യാം നമുക്ക്. അഡീഷൻ ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാം നമുക്ക്. -1 പ്ലസ് 0 -1, 0 പ്ലസ് -1 ദാറ്റ് ഈസ് -1. ഇനി നിങ്ങൾ 0 ആയത് കാരണമായിരിക്കും ഈക്വൽ ആയതെന്ന് പറയാം. ആൻസേഴ്സ് ഈക്വൽ ആണ്, അഡീഷൻ ക്ലോസ്ഡ് ആണ്. അപ്പോൾ വേറൊരു നമ്പർ എടുക്കാം. 2ഉം -3ഉം എടുക്കാം. 2 പ്ലസ് -3 ദാറ്റ് ഈസ് -1. -3 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലായിടത്തും -1 വന്നു. ഇനി -1 വന്നതുകൊണ്ടാണോ? വേണ്ട. 2 പ്ലസ് 5 is equal to 7. 5 plus 2 is equal to 7. അപ്പോൾ അഡീഷനിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ആൻസർ സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സബ്ട്രാക്ഷൻ ഓൾസോ നെഗറ്റീവ് നമ്പേഴ്സും നമുക്ക് ഇൻഡിജേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ സബ്ട്രാക്ഷൻ്റെ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷനും അഡീഷനും അറിയില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് നോക്കണം. കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും ഞാൻ ഇട്ടിരിക്കും. സബ്ട്രാക്ട് ചെയ്യുക. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നമ്പേഴ്സ് തന്നെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് എടുത്ത് നോക്കാം. സബ്ട്രാക്ട് ഇപ്പോൾ 0 -1 മൈനസ് 0 ദാറ്റ് ഈസ് -1. ഇനി 0 മൈനസ് ഓഫ് 1 ദാറ്റ് ഈസ് +1. മൈനസ് ഓഫ് മൈനസ് ഈസ് സബ്ട്രാക്ട് ചെയ്യുക. എന്ത് സബ്ട്രാക്ട് ചെയ്യുക? -1 സബ്ട്രാക്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് 0 plus 1, that is answer. This is entirely different. Next question. 2 plus -3 that is 2 minus -3. What is 2 minus -3? 2 plus 3 that is equal to 5. Now -3 minus 2. -3 ആയിരുന്നു ഇത്, അതിനെ നമ്മൾ പ്ലസ് ആക്കിയത്. അപ്പോൾ -3 minus 2 that is equal to -5. That is also entirely different. Again, next question. 2 minus 5 that is -3. 5 minus 2 that is equal to 3. Entirely different. നമുക്ക് ഒരിക്കൽ പോലും ഒരേ ആൻസർ കിട്ടിയിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, നോട്ട് ക്ലോസ്ഡ് അണ്ടർ subtraction. Multiplication അല്ല, സോറി, it is not closed under subtraction. So let us do the multiplication. നമ്മളിപ്പോൾ തന്നെ പറയുമായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ നമുക്കിതൊന്നും ഒരു ബാധകമേ അല്ല. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും നമുക്ക് എപ്പോഴും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്, അല്ലേ മക്കളെ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമാണ്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്. അതൊന്നും നമുക്ക് നോക്കണ്ട, എല്ലാവരും നമ്മുടെ കൂട്ടുകാരാണ്. മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. -2 into 0 that is 0. 0 into -2 that is equal to 0. Don't worry. One example 2. -2 into 7 -14. So what is 7 into -2? That is also -14. And what is -10 into -2? That is 20. And -2 into -10, that is also equal to 20. Negative into negative always gives you a positive answer. So it is also closed under multiplication. And now division. Here comes the division.
ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഈസി. എപ്പോഴും നമ്മളെല്ലാം ഈസി ഈസി എന്ന് മനസ്സിൽ പറയുക, എല്ലാം ഈസിയാണ് നമുക്ക് ഡിവിഷൻ ഈസി, ഓ അതെനിക്ക് പറ്റും അങ്ങനെയൊന്ന് വിചാരിച്ച് എപ്പോഴും പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കുക. ഡിവിഷൻ അപ്പോൾ നോക്കാം ഡിവിഷൻ. നമുക്ക് ആദ്യം പോസിറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഡിവിഷൻ നോക്കാം. 3/2. ഓ നോ, ഫ്രാക്ഷൻ അല്ല, അല്ലാത്ത ഈ ഇൻഡിജേഴ്സ് ആണല്ലോ നോക്കണേ. 3 ഡിവൈഡഡ് ബൈ 5, അതിനെ നമ്മൾ 3 ഡിവൈഡഡ് ബൈ 5 or 5 divided by 3, anything. 3 divided by 5 we will get 3/5 ആൻസർ. 3/5 നമുക്കൊന്നും ആൻസർ ഇല്ല അതിനകത്ത്. ഇറ്റ്സ് എ ഡെസിമൽ നമ്പർ. നമുക്ക് ഡെസിമൽ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 3 divided by 5 നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാണ് ആൻസർ നമുക്കൊന്ന് നോക്കാമല്ലോ. 3 divided by 5 is equal to 0.36. എത്ര കിട്ടിയ ആൻസർ? 0.6 is the answer. Now let us first അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. What is 5 divided by 3? That is 5/3. 5 divided by 3. 1, 3, balance 2, decimal 0. 6 3s are 18, 20, again 1.66, recurring വരും 1.66. സെയിം ആൻസർ ആണോ? ആദ്യമേ തന്നെ നമുക്ക് ആൻസർ തെറ്റുകയല്ല, സെയിം ആൻസർ കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം സെയിം ആൻസർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. അപ്പം ഇത് ഇൻഡിജേഴ്സ് എന്തിനൊക്കെ ക്ലോസ്ഡ് ആണ്? ഓൺലി ഫോർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓൺലി ഫോർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. AM ഇൻഡിജേഴ്സ് എപ്പോഴും AM ആണ്. ഇങ്ങനെ ഒന്ന് പഠിച്ച് നമുക്ക് ചെറിയ ഇങ്ങനെ ലുടുക്ക മെത്തേഡ് വെച്ചൊക്കെ പഠിക്കാം. നമുക്കൊരു സൂത്രം പഠിക്കാം. AM നമ്മൾ പറയുമല്ലോ AM PM. അപ്പോൾ ഇൻഡിജേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ AM ആണ്. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ ക്ലോസ്ഡ് ഉള്ളൂ.